നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോണോപോളിസ്റ്റ് കോമ്പറ്റീഷൻ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മൊണോപ്പൊളി ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ എന്തിൻ്റെ ബേസിലാണ് സ്ട്രക്ചറൽ ഡിഫറൻസസ്, ബിഹേവിയറൽ ഡിഫറൻസസ്, ഒപ്റ്റിമം കപ്പാസിറ്റി ആൻഡ് സപ്ലൈ കർവ് ഈ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മൂന്ന് മാർക്കറ്റിനെയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്ട്രക്ചറൽ ഡിഫറൻസസ്. ഓക്കെ, നമുക്കറിയാം എന്താണ് ഇതിൻ്റെ സ്ട്രക്ചർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എങ്ങനെയാണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷന് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് സെൽസ് ദ ഹോമോജീനിയസ് പ്രൊഡക്റ്റ്. എങ്ങനെയാണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ടാവും, ഫേംസ് ഉണ്ടാവും. അവരെങ്ങനത്തെ പ്രൊഡക്റ്റാണ്? ഹോമോജീനിയസ്, ഒരേപോലെയുള്ള പ്രൊഡക്റ്റാണ് സെയിൽ ചെയ്യുന്നത്. ഓക്കെ, ഹി ഈസ് ഓൺലി ദ പ്രൈസ് ടേക്കർ. എന്താണ്? മാർക്കറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന പ്രൈസിൽ വിൽക്കുന്ന ഫേംസാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലുള്ള. ഹി ഹാസ് നോ കൺട്രോൾ ഓവർ ദ പ്രൈസ്. പ്രൈസിനകത്ത് എന്ത് ചെയ്യാനില്ല, ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിന് ഉണ്ടാവില്ല, കൺട്രോൾ ഉണ്ടാവില്ല. ഓക്കെ, ഇൻ ദ കേസസ് ഓഫ് മൊണോപ്പൊളി, മൊണോപ്പൊളിയിൽ എങ്ങനെയായിരുന്നു? എ സിംഗിൾ സെല്ലർ ഫോർ എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റി സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ഒരു സിംഗിൾ സെല്ലർ മാത്രമേ മൊണോപ്പൊളിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഹി ഹാസ് ഫുൾ കൺട്രോൾ ഓവർ ദ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. എന്താണ്? ഹി ഹാസ് കൺട്രോൾ. ഈ ഒരു മൊണോപ്പൊളിസ്റ്റിന് എന്താണ്, പ്രൈസിനകത്തും ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, എത്രത്തോളം ഔട്ട്പുട്ട് സെയിൽ ചെയ്യണം എന്നതിനെ കുറിച്ചും എന്താണ്, ഫുൾ കൺട്രോൾ ഉണ്ടായിരുന്നു. ഓക്കെ, ബട്ട് ഹി ഹാസ് നോ കൺട്രോൾ ഓവർ ദ ഡിമാൻഡ്. ഡിമാൻഡ് സൈഡ് എവിടെ നിന്നാണ് വരുന്നത്? കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡിമാൻഡിനകത്ത് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല, കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല, അല്ലേ? അപ്പം ഈ ഒരു മൊണോപ്പൊളിസ്റ്റിക് ഫേം എന്താണ്, പ്രൈസ് സെറ്റ് ചെയ്യാനുള്ള കൺട്രോൾ ഇതുണ്ടായിരുന്നു. പക്ഷേ അറ്റ് എ ടൈം എന്താണ്, പ്രൈസിലും ക്വാണ്ടിറ്റിയിലും ഒരേ സമയം എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രൈസ് എങ്ങനെയാണ്, ഇലാസ്റ്റിറ്റി അനുസരിച്ചിട്ട് ഒരു പ്രൈസ് സെറ്റ് ചെയ്യുക. അങ്ങനെയായിരുന്നു മൊണോപ്പൊളിസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷൻ എങ്ങനെയായിരുന്നു? ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ദ സെൽ. എങ്ങനത്തെ പ്രൊഡക്റ്റ് ആയിരുന്നു? ഹോമോജീനിയസ് അല്ല, ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ് ആയിരുന്നു വിറ്റിരുന്നത്. ഇവിടെ മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനും എന്തുപോലെ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പോലെ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ട്. പക്ഷേ എന്താണ്, ഇവരെന്താണ്, ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് സ്ട്രക്ചർ തമ്മിലുള്ള വ്യത്യാസം. നെക്സ്റ്റ് ഇതിൽ കൺട്രോൾ ഓവർ ദ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട്. നമ്മൾ പറഞ്ഞു എന്തിനകത്ത്, പെർഫെക്റ്റ് കോമ്പറ്റീഷനകത്ത് ഹി ഈസ് ഓൺലി ആക്ട് ആസ് എ പ്രൈസ് ടേക്കർ. എത്രയാണ് മാർക്കറ്റ് ഡിമാൻഡ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രൈസ്, അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനേ എന്തിനു പറ്റുള്ളൂ, പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിന് കഴിയുള്ളൂ. ഓക്കെ, മൊണോപ്പൊളിയിലാണെങ്കിൽ ഹി ഹാസ് കൺട്രോൾ ഓവർ ദ പ്രൈസ്. ഈ മൊണോപ്പൊളിസ്റ്റ് ആണ് എന്ത് പറയുന്നത്, പ്രൈസ് ഔട്ട്പുട്ട് ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനിലും ഒരു സോർട്ട് ഓഫ് പവർ. ഈ മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിനും എന്തുണ്ടായിരുന്നു, പ്രൈസ് ഔട്ട്പുട്ട് ഡിസിഷനകത്ത് ഒരു പവർ ഉണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് ദ ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീറ്റീവ് സ്ട്രക്ചറിൽ, മാർക്കറ്റ് സ്ട്രക്ചറിൽ എങ്ങനെയാണ്, ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ മൊണോപ്പൊളിസ്റ്റിക് ഫേമിന് എന്താണ്, ഒരു കൺട്രോൾ, ആ പ്രൈസിൻ്റെ അകത്ത് കൺട്രോൾ ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഫ്രീഡം ഓഫ് എൻട്രി. എങ്ങനെയായിരുന്നു? മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലും മൊണോപ്പൊളിയിലും പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിലും എങ്ങനെയായിരുന്നു എൻട്രി എന്ന് പറയുന്നത്? പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവിൽ നമുക്കറിയാം there is no barriers, there is no restriction to entry and exit, same as the monopolistic competition. എന്താണ്, മോണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനിലും പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും എന്തായിരുന്നു, ഫ്രീ എൻട്രി. there is a freedom to entry and exit in long run. ലോങ് റണ്ണിൽ മാത്രമേ ഉള്ളൂ, ഷോർട്ട് റണ്ണിനകത്ത് ഇതൊന്നും അപ്ലിക്കബിൾ അല്ല. ലോങ് റണ്ണിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനിലും എന്തായിരുന്നു, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആയിരുന്നു. ഓക്കെ,
ബട്ട് മൊണോപ്പൊളിയിൽ എങ്ങനെയാണ്, ദർ ആർ സർട്ടൻ റെസ്ട്രിക്ഷൻ. മൊണോപ്പൊളിസ്റ്റ് വെക്കുന്ന ലീഗൽ ആൻഡ് ടെക്നോളജിക്കൽ റെസ്ട്രിക്ഷൻ കാരണം മൊണോപ്പൊളിയിൽ എന്താണ്, ദർ ഈസ് എ റെസ്ട്രിക്ഷൻ, ബാരിയർ ടു എൻട്രി ഇൻ ദ മാർക്കറ്റിലോട്ട് എൻട്രി ചെയ്യാനുള്ള ലീഗൽ റെസ്ട്രിക്ഷൻസ് എവിടെയുണ്ട്, മൊണോപ്പൊളിയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനും പെർഫെക്റ്റ് കോമ്പറ്റീഷനും തമ്മിലുള്ള സ്ട്രക്ചറൽ ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്. എന്താണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനിലും എന്താണ്, ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ട്. ബട്ട് മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനിൽ ഡിഫറൻഷ്യേറ്റഡ് പ്രൊഡക്റ്റും പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഹോമോജീനിയസ് പ്രൊഡക്റ്റുമാണ് സെയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൈസ് കൺട്രോൾ എവിടെയാണ്, മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനിലും മൊണോപ്പൊളിയിലും മാത്രമാണ് പ്രൈസ് കൺട്രോൾ ഉള്ളത്. അതുപോലെ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് ഉള്ളത് മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനിലും പെർഫെക്റ്റ് കോമ്പറ്റീഷനിലുമാണ്. ലോങ് റണ്ണിൽ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് ഉള്ളത്. മൊണോപ്പൊളിയിൽ എന്താണ്, ഫ്രീഡം ഓഫ് എൻട്രി എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ബിഹേവിയറൽ ഡിഫറൻസസ് ആണ്. ഇൻ മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീറ്റീവ് ഫേം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ആസ് എ പ്രൈസ് ടേക്കർ ഫേം ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അവിടുത്തെ ഡിമാൻഡ് കർവ്, AR കർവ്, അതിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചറാണ് നമ്മൾ ബിഹേവിയർ ഡിഫറൻസസ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിമാൻഡ് കർവ് എങ്ങനെയായിരുന്നു, ഡിമാൻഡ് കർവ് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിൽ ഡിമാൻഡ് കർവ് എന്തായിരുന്നു, ഒരു പെർഫെക്റ്റ് ഇലാസ്റ്റിറ്റി ഡിമാൻഡ് കർവ് ആയിരുന്നു, ഒരു ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവ് ആണ് അല്ലേ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. ഓക്കെ, അപ്പോൾ ഇൻ ദ monopolistic competitive firm and demand curve of the monopolistic competitive firm and monopoly is a downward sloping demand curve. Monopolistic കോമ്പറ്റീഷനിലും മൊണോപ്പൊളിയിലും എന്താണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആണ്. നമുക്കറിയാം എന്താണ്, രണ്ടും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെങ്കിലും ഇലാസ്റ്റിറ്റി കൂടുതൽ ഏതിലാണ്, മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിൻ്റെ ഡിമാൻഡ് കർവ് ആണ് മോർ ഇലാസ്റ്റിക് ആയിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് നമുക്ക് എന്താണ്, AR is equal to MR is equal to MC. ഇങ്ങനെയായിരുന്നു നമ്മൾ ഇക്വിലിബ്രിയത്തിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, എന്നാൽ നമ്മൾ മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് എന്തിനോട് ഈക്വൽ ആയിരുന്നു, ആവറേജ് റവന്യൂവിനോടും മാർജിനൽ റവന്യൂവിനോടും മാർജിനൽ കോസ്റ്റ് ഒക്കെ എന്തായിരുന്നു, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഈക്വൽ ആണ്. അപ്പോൾ ഇൻ ദ മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനിലും മൊണോപ്പൊളിയും വരുമ്പം എന്താണ്, MR ഈസ് ഈക്വൽ ടു MC എന്നുള്ള നമ്മൾ ആ ഇക്വിലിബ്രിയം കണ്ടീഷൻ എപ്പോഴും എന്താണ്, ഗ്രേറ്റർ ദാൻ P ഈസ് ഈക്വൽ ടു AR. ഓക്കെ, അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റിലും കൂടുതലായിരിക്കും മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനിലും മൊണോപ്പൊളിയിലും. ഓക്കെ, നെക്സ്റ്റ് അതിൽ തന്നെ നമുക്ക് എന്താണ്, സെല്ലിംഗ് കോസ്റ്റ്. ഇവിടെ ഇപ്പം ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ദർ ഇസ് നോ ഇൻസെൻറ്റീവ് ടു സ്പെൻഡ് എൻ അഡീഷണൽ എമൗണ്ട് ഓഫ് മണി ടു പ്രൊമോട്ട് ദാറ്റ് പ്രൊഡക്റ്റ് ഓഫ് ദ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേം. ഇവിടെ എന്താണ്, പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിൻ്റെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരു അഡീഷണൽ കോസ്റ്റ് ബെയർ ചെയ്യാനായിട്ട് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേം എന്ത് ചെയ്യില്ല, തയ്യാറാവില്ല. ബിക്കോസ് പ്രൊഡക്റ്റ് ഈസ് ഹോമോജീനിയസ് എല്ലാ തരത്തിലും ഒരേപോലെയുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ തൻ്റെ പ്രൊഡക്റ്റ് മറ്റ് ഫേംസിൽ നിന്ന് തൻ്റെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരു എക്സ്ട്രാ കോസ്റ്റ് ഒന്നും ബിയർ ചെയ്യാൻ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേം
തയ്യാറാവില്ല. അതുപോലെ തന്നെ മൊണോപ്പൊളി വരുമ്പോഴും എന്താണ് സെല്ലിംഗ് കോസ്റ്റ് ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സിംഗിൾ സെല്ലറാണ്. അപ്പോൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഒരു കമോഡിറ്റി അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം മൊണോപ്പൊളിസ്റ്റിന് ഇല്ല. ബട്ട് ഇൻ ദ കേസസ് ഓഫ് മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷൻ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു സെല്ലിംഗ് കോസ്റ്റ് ഉണ്ടാവും. എന്തിനാണ്? ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ഫേമും എന്ത് ചെയ്യും, തൻ്റെ സെയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സിന് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെൻഡിച്ചർ ഓൺ അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പ്രൊമോഷൻ ഓഫ് ദ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, എപ്പോഴും ഒരു കോസ്റ്റ് ഇൻകർ ചെയ്യും. നമുക്കൊരു രണ്ട് ഫേംസിനെ, ഒരു ഫേംസ് എന്താണ് മാർക്കറ്റിൽ ഒരു പ്രൊമോഷനും സെല്ലിംഗ് കോസ്റ്റും ബെയർ ചെയ്യുന്നില്ല, മറ്റ് ഫേം എന്ത് ചെയ്യാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രൊമോഷൻ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ഫേമിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും കൂടുതൽ കൺസ്യൂമേഴ്സിൻ്റെ അടുത്തെത്തുന്നത്. ഓക്കെ, അപ്പം അത്തരത്തിൽ സെല്ലിംഗ് കോസ്റ്റ് എവിടെയാണുള്ളത്? മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനിലാണ് സെല്ലിംഗ് കോസ്റ്റ്. ഈ ഒരു 3 മാർക്കറ്റ് സ്ട്രക്ചറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ 3 സ്ട്രക്ചറിലും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീറ്റീവ് ഫേമിനാണ് എന്ത് ഉള്ളത്, സെല്ലിംഗ് കോസ്റ്റ് ഉള്ളത്. ഓക്കെ, ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് ഇലാസ്റ്റിറ്റി. ദ coefficient of elasticity of demand is infinity in perfect competitive market. Perfect competitive market coefficient of elasticity എന്താണ്? ഇൻഫിനിറ്റി ആണ്. But in the monopoly and monopolist competition, coefficient of elasticity of demand is greater than 1. എന്താണ് പറഞ്ഞത്? പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ജസ്റ്റ് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഇലാസ്റ്റിറ്റി ഡിമാൻഡ് എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് ഇലാസ്റ്റിറ്റി ഡിമാൻഡ് ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, പക്ഷേ മൊണോപ്പൊളിയിലും മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനിലും എന്താണ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്, ഇലാസ്റ്റിറ്റി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഇലാസ്റ്റിറ്റീൻ്റെ കേസിൽ ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒപ്റ്റിമം കപ്പാസിറ്റി ആൻഡ് സബ് ഒപ്റ്റിമം കപ്പാസിറ്റി. നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേം എപ്പോഴും ആ ഒരു ലോങ് റണ്ണിൽ എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്? മിനിമം ഓഫ് AC ആണ്. അതായത് ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേം ഒപ്റ്റിമം ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒപ്റ്റിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നതിൽ profit maximize the difference between profit maximizing output and cost minimizing output is the അതാണ് ഈ ഒപ്റ്റിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, എക്സസ് കപ്പാസിറ്റി ഉണ്ടാവില്ല. കാരണം സോഷ്യൽ ഒപ്റ്റിമം കപ്പാസിറ്റി, അത് മിനിമം ഓഫ് AC ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവ് ആണ് വരുന്നത്. അപ്പം he can എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മിനിമം ഓഫ് AC ലോവസ്റ്റ് കോസ്റ്റിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒപ്റ്റിമം സോഷ്യൽ വെൽഫെയർ ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസസ് ഓഫ് മൊണോപ്പൊളി ആൻഡ് മോണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷൻ നമുക്കറിയാം ഡിമാൻഡ് കർവ് എന്താണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ACൻ്റെ മിനിമത്തിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവിന് ടാൻജൻറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് മിനിമം ഓഫ് ACയിലല്ല, ഏറ്റവും മിനിമം കോസ്റ്റിലല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ACൻ്റെ മിനിമം അല്ലാതെ ലെഫ്റ്റ് ഓഫ് ദ മിനിമം ഫോളിംഗ് പോർഷനിലാണ് ഡിമാൻഡ് കർവ് ടച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഒപ്റ്റിമം ഔട്ട്പുട്ട് അല്ല മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനും മൊണോപ്പൊളിയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്, നെഗറ്റീവ് എക്സസ് കപ്പാസിറ്റിയാണ് മൊണോപ്പൊളിസ്റ്റിക് ഫേമും മൊണോപ്പൊളിയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിൽ എന്താണ്, ഒപ്റ്റിമം കപ്പാസിറ്റി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സപ്ലൈ കർവ് ആണ്.
നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എന്താണ് സപ്ലൈ കർവ് എങ്ങനെയാണ് റൈസിങ് പോർഷൻ ഓഫ് എം സി, അതായത് എബോവ് ദ ബ്രേക്ക് ഈവൻ പോയിന്റിന് മുകളിൽ വരുന്ന എം സി കർവിൻ്റെ പോർഷനാണ് നമ്മൾ സപ്ലൈ കർവായിട്ട് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. But in the cases of monopoly and monopolist competition, the MC curve is indeterminate. എന്താണ് ഇൻഡിറ്റർമിൻഡ് ആണ് എം സി കർവ് എന്ന് പറയുന്നത്, മാർജിനൽ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് ഇൻഡിറ്റർമിൻഡ് ആണ് ഇൻ മോണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മോണോപ്പൊളി. ദാറ്റ് മീൻസ് മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷൻ്റെ അല്ലെങ്കിൽ മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനിലും മൊണോപ്പൊളിയിലും എം സി കർവ് അല്ല സപ്ലൈ കർവ് ആയിട്ട് വരുന്നത്. അത് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിൽ മാത്രമാണ് സപ്ലൈ കർവ്. മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനിലും മൊണോപ്പൊളിയിലും എം സി കർവ് എന്ന് പറയുന്നത് ഇൻഡിറ്റർമിൻഡ് ആണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഈ ഒരു മൊണോപ്പൊളിസ്റ്റിക് ഫേമും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മൊണോപ്പൊളി തമ്മിലുള്ള ഡിഫറൻസസ്. എന്താണ് സ്ട്രക്ചറൽ ഡിഫറൻസസ് പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് ബിഹേവിയറൽ ഡിഫറൻസസ്, പിന്നെ ഒപ്റ്റിമം കപ്പാസിറ്റീൻ്റെ കേസിൽ 3 മാർക്കറ്റ് സ്ട്രക്ചറിലും എന്തൊക്കെ ഡിഫറൻസസ് എന്ന് പറഞ്ഞു. അതുപോലെ സപ്ലൈ കർവ് എങ്ങനെയാണ് 3 മാർക്കറ്റിലെയും സപ്ലൈ കർവ് നമ്മൾ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറി ഓഫ് excess capacity in monopolist competitive market. The excess capacity in monopolist competitive market in long run is the difference between the ideal output and the output actually produced. എന്താണ് മൊണോപ്പൊളിസ്റ്റ് മാർക്കറ്റിൽ ഒരു എക്സസ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒപ്റ്റിമം ഔട്ട്പുട്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ് ഐഡിയൽ ഔട്ട്പുട്ടും ഒരു ആക്ച്വലി അറ്റൈൻ ചെയ്ത ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ന് പറയുന്നത് എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എപ്പോഴാണ് ഒരു ഒപ്റ്റിമം അല്ലെങ്കിൽ ഐഡിയൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത്? അത് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഉണ്ടാവുന്നുണ്ടോ? ഓക്കെ, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്, നമുക്ക് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ നമുക്കറിയാം, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് MR MC ഈക്വാലിറ്റി, അതായത് നമ്മൾ ഇക്വിലിബ്രിയം ആൾസോ ഈക്വൽ ടു ദ മിനിമം പോയിന്റ് ഓഫ് AC അല്ലെങ്കിൽ LAC. എന്താണ് മിനിമം പോയിന്റ് ഓഫ് LACയിലെ മിനിമം പോയിന്റ് ഓഫ് LACയിലാണ് MR MC ഈക്വാലിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഒരു ഒപ്റ്റിമം, അവിടെ ഒരു അബ്നോർമൽ പ്രോഫിറ്റ് ഇല്ല, നോർമൽ പ്രോഫിറ്റ്. അത് ആക്ച്വലി എക്സസ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവസ്റ്റ് കോസ്റ്റ് ഔട്ട്പുട്ട്, ലീസ്റ്റ് കോസ്റ്റ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ദ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ എന്താണ് ലോവസ്റ്റ് കോസ്റ്റ് ഔട്ട്പുട്ട് ഈക്വൽ ടു ദ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട്. എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്, അതാണ് ഒപ്റ്റിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എന്താണ് ലോവസ്റ്റ് കോസ്റ്റ് ഔട്ട്പുട്ടും നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ടും എന്താണ് ഈക്വൽ ആവുക. ഇത് സാധിക്കുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലാണ്. എപ്പോഴാണ് അത് സാധിക്കുന്നത്? ലോവസ്റ്റ് കോസ്റ്റ്, നമ്മൾ ലോവസ്റ്റ് കോസ്റ്റിൽ നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട് എന്താണ് MR = MC ആണ്. ഓക്കെ, അത് ലോവസ്റ്റ് കോസ്റ്റിലാവുമ്പോൾ LAC ലോങ് റണ്ണിലാണ്. അപ്പം LACൻ്റെ മിനിമം പോയിന്റിൽ MR = MC എത്തുമ്പോഴാണ് എന്താണ് ഒപ്റ്റിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ സാധ്യമാകും എന്നാണ് പറയുന്നത്. അപ്പം നമുക്കത് ഗ്രാഫിക്കലി നമുക്ക് നോക്കാം. നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കറിയാം എന്താണ് P = AR = MR അല്ലേ? അത് നമ്മൾ MR MC ഈക്വാലിറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് ഇക്വിലിബ്രിയം പോയിന്റ് അറ്റൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ MR MC ഈക്വാലിറ്റി MR =
MC ഇക്വാലിറ്റി എന്തിനോട് ഇവിടെ ഈക്വൽ ആവുന്നത്? മിനിമം പോയിന്റ് ഓഫ് LAC ഈക്വൽ ടു ലോങ് റൺ ആവറേജ് കോസ്റ്റിൻ്റെ മിനിമം സാധ്യമാകുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് ഉണ്ടാകുന്നത്? ഒരു ഒപ്റ്റിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് സോഷ്യൽ വെൽഫെയർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ ലോങ് റണ്ണിൽ എന്ത് ചെയ്യും? പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് നമുക്കറിയാം ഷോർട്ട് റണ്ണിൽ അബ്നോർമൽ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കുമെങ്കിലും ലോങ് റൺ എത്തുമ്പം അപ്പം LACൻ്റെ മിനിമത്തിലാവില്ല നിൽക്കുന്നത്. പക്ഷേ ലോങ് റണ്ണിൽ ന്യൂ എൻട്രൻറ്റ്, പുതിയ ഫ്രീ എൻട്രി ആണ്, എക്സിറ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ പുതിയ ഫേംസ് എൻ്റർ ചെയ്യുന്നത് എന്ത് ചെയ്യും? ഈ എക്സിസ്റ്റിംഗ് ഫേമിനെ നോർമൽ പ്രോഫിറ്റിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ എപ്പോഴും ലോങ് റണ്ണിൽ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ നോർമൽ പ്രോഫിറ്റ് മാത്രം ഉണ്ടാവുള്ളൂ. ദർ ഇസ് നോ എക്കണോമിക് പ്രോഫിറ്റ്, സീറോ എക്കണോമിക് പ്രോഫിറ്റ് ആയിരിക്കും, ഓൺലി നോർമൽ പ്രോഫിറ്റ് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പം അവിടെ എന്താണ്? ഒപ്റ്റിമം ഔട്ട്പുട്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എന്താണ്? ഡിമാൻഡ് കർവ് എന്താണ്? AR കർവ് എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഓക്കെ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയതുകൊണ്ട് തന്നെയാണ് LACൻ്റെ ലോങ് റൺ ആവറേജ് കോസ്റ്റിൻ്റെ മിനിമത്തിൽ ടച്ച് ചെയ്യാൻ കഴിയില്ല. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ MR = MC, അത് ഇക്വിലിബ്രിയം കണ്ടീഷന് എന്താണല്ല മിനിമം പോയിന്റ് ഓഫ് LACൻ്റെ മിനിമം പോയിന്റിൽ ടച്ച് ചെയ്യാൻ കഴിയില്ല. കാരണം അത് വെച്ചാൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആണ്. ഓൺലി ഫാളിംഗ് പോർഷൻ ഓഫ് ദ LACയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ടാൻജൻറ്റ് ചെയ്ത് പോകാൻ കഴിയുള്ളൂ. ഡിമാൻഡ് കർവിൻ്റെ അല്ലെങ്കിൽ AR കർവിൻ്റെ AR കർവിനെ ടാൻജൻറ്റ് ചെയ്യുക LACൻ്റെ മിനിമം പോയിൻ്റ് അല്ല, ലെഫ്റ്റ് ഓഫ് ദ മിനിമം പോയിൻ്റ് ആണ്. ഓക്കെ, അപ്പം എന്ത് ചെയ്യാൻ കഴിയില്ല? അവിടെ ഒരു ഫുൾ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഇല്ല, അവിടെ ഒരു എക്സസ് കപ്പാസിറ്റിയാണ്. പക്ഷേ എന്താണ്? ലോങ് റണ്ണിൽ ഇവിടെ എന്താണ്? മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ നോർമൽ പ്രോഫിറ്റിൽ MC = MR നോർമൽ പ്രോഫിറ്റാണ്. എന്തെങ്കിലും അപ്പം ഇതെന്താണ്? ഒപ്റ്റിമം ഔട്ട്പുട്ട്, ഇത് സോഷ്യൽ ഒപ്റ്റിമം ഔട്ട്പുട്ടിനെക്കാട്ടിലും കുറഞ്ഞ ഔട്ട്പുട്ടാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീറ്റീവ് ഫേമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ഒരു എഫേർട്ട് എടുത്തിട്ട് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീറ്റീവ് ഫേം എന്താണ്? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും? മാർജിനൽ റവന്യൂ എന്ത് ചെയ്യും? മാർജിനൽ കോസ്റ്റിനെക്കാട്ടിലും കുറവായിട്ട് വരും. അതായത് ഇവിടെ മാർജിനൽ കോസ്റ്റ് കൂടുതലായിട്ട് കാണിക്കും. അപ്പം അതെന്താണ്? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ കഴിയില്ല. മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിനെക്കാട്ടിലും കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് ഒരു എക്സസ് കപ്പാസിറ്റി സിറ്റുവേഷൻ എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് ഗ്രാഫിക്കലായിട്ട് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് ഗ്രാഫിക്കലായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളെ എക്സ് ആക്സിസിലെ ഔട്ട്പുട്ട്, വൈ ആക്സിസ് പ്രൈസും കോസ്റ്റും നമ്മൾ ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളുടെ AR = MR നമ്മളെ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിൻ്റെ ഡിമാൻഡ് കർവ്, AR കർവ്, MR കർവ് എല്ലാം ആണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ MR = MC ഇക്വിലിബ്രിയം കണ്ടീഷൻ ആയിട്ടുണ്ട്. MR = MC ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു. LAC അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? LAC എവിടെയാണ്? മിനിമം പോയിന്റ് ഓഫ് LAC ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവ് ആയതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ആയതുകൊണ്ട് തന്നെ LACൻ്റെ മിനിമം പോയിന്റിൽ ടച്ച് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. MR = MC that also = minimum point of LAC. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ്? സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുന്ന ഒപ്റ്റിമം ഔട്ട്പുട്ടാണ്. ഇവിടെ എന്താണ്? ലോവസ്റ്റ് കോസ്റ്റ് ഔട്ട്പുട്ട് നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ടിനോട് ഈക്വൽ ആയിട്ടുണ്ട് അല്ലേ? ലോവസ്റ്റ് കോസ്റ്റ് ഔട്ട്പുട്ട് പറയുമ്പോൾ മിനിമം ഓഫ്
LAC, ലോങ് റൺ ആവറേജ് കോസ്റ്റിന്റെ മിനിമം ആയതുകൊണ്ട് തന്നെ ലോവസ്റ്റ് കോസ്റ്റ് ഔട്ട്പുട്ട് ആണ്. പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? MR ഈസ് ഇക്വൽ ടു MC, നമ്മളെ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ Q എന്നുള്ള ഔട്ട്പുട്ട് അറ്റ് P എന്നുള്ള പ്രൈസിൽ എന്ത് ചെയ്യുന്നുണ്ട്? പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിൽ മാർക്കറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇൻ ദ കേസ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീറ്റീവ് ഫേമിൽ നമുക്കറിയാം എന്താണ്? AR കർവ് അല്ലെങ്കിൽ ഡിമാൻഡ് കർവ് എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. MR കർവ് ലൈസ് ബിലോ ദ AR കർവ്. MR ഇവിടെ നമ്മൾ ഇക്വിലിബ്രിയം, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീറ്റീവ് ഫേമിൻ്റെ ഇക്വിലിബ്രിയം MR ഈസ് ഇക്വൽ ടു MC, ഇക്വിലിബ്രിയം പോയിന്റ് അറ്റൈൻ ചെയ്തു. ഈ എന്നുള്ള പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്തു? മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീറ്റീവ് ഫേമിൻ്റെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു. അപ്പം അതിൽ നമ്മൾ കോസ്റ്റ് ഇക്വിലിബ്രിയം എക്സ്റ്റെൻഡ് ചെയ്തു. കോസ്റ്റിൽ നമുക്ക് എന്താണ്? ആവറേജ് കോസ്റ്റ് A1 എന്നുള്ള പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്. ഈ A1 എന്നുള്ള പോയിന്റ് LACൻ്റെ മിനിമം ആണോ? അല്ല, ഓൺലി ഫോളിങ് പോർഷൻ ആണ് അല്ലേ? മിനിമം അല്ല, ആവറേജ് കോസ്റ്റിൻ്റെ മിനിമം അല്ല, ഫോളിങ് പോർഷനിലാണ്, ലെഫ്റ്റ് ഓഫ് ദ മിനിമം ഈ ഒരു പോയിന്റിലാണ്. അപ്പം എന്താണ് ഇവിടെ? ലോവസ്റ്റ് കോസ്റ്റ് ഔട്ട്പുട്ട് അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം ഔട്ട്പുട്ടും ലോവസ്റ്റ് കോസ്റ്റ് ഔട്ട്പുട്ടും തമ്മിൽ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. ഇനിയിപ്പം ഈ ഒരു പോർഷനിൽ നമുക്കറിയാം, അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിൻ്റെയും ഇതിൻ്റെ ഔട്ട്പുട്ട് ഡിഫറൻസ് നമുക്കറിയാം. പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിൽ എന്താണ്? ഔട്ട്പുട്ട് സോഷ്യൽ ഒപ്റ്റിമം ഔട്ട്പുട്ടാണ്. അതെന്താണ്? അതിനേക്കാൾ കുറവാണ് എന്ന് പറയുന്നത് മൊണോപ്പൊളിസ്റ്റ് ഫേമിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിനെക്കാട്ടിലും കുറവാണ്. മാത്രമല്ല കൂടിയ പ്രൈസിനാണ് എന്തെന്ന് പറയുന്നത് മൊണോപ്പൊളിസ്റ്റിക് ഫേം ഔട്ട്പുട്ട് സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒപ്റ്റിമം ഔട്ട്പുട്ടിനെക്കാട്ടിലും കുറഞ്ഞ ഔട്ട്പുട്ടാണ്, ഐഡിയൽ ഔട്ട്പുട്ടിനെക്കാട്ടിലും കുറഞ്ഞ ഔട്ട്പുട്ടാണ് ആക്ച്വലി പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീറ്റീവ് ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു കേസിൽ നമ്മൾ സോഷ്യൽ ഒപ്റ്റിമം ഔട്ട്പുട്ടിലോട്ട് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിച്ചാൽ MR ഈസ് ഇക്വൽ ടു MC, നമ്മൾ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു പോയിന്റിലോട്ട് ഇൻക്രീസ്, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിലോട്ട് ഇൻക്രീസ് ചെയ്യാൻ സോഷ്യൽ ഒപ്റ്റിമം ഔട്ട്പുട്ടിലോട്ട് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്താണ്? MR എന്ന് പറയുന്നത് ഇവിടെയും MC എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹയർ ലെവലിലും ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം അതിനെന്ത് ചെയ്യില്ല? സാധ്യതയില്ല. ഓക്കെ, അപ്പം എന്താ എക്സസ് കപ്പാസിറ്റി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഐഡിയൽ ഔട്ട്പുട്ടും ആക്ച്വലി ഉള്ള ഔട്ട്പുട്ടും, ആക്ച്വലി ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? നെഗറ്റീവ് എക്സസ് കപ്പാസിറ്റി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ മൊണോപ്പൊളിസ്റ്റിക് ഫേമിൽ ഐഡിയൽ ഔട്ട്പുട്ട് അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ ഒപ്റ്റിമം ഔട്ട്പുട്ട് അല്ല, സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുന്ന ഔട്ട്പുട്ട് അല്ല ഇൻക്രീസ് ചെയ്യുന്നത്, അതിലേറെ ബിലോ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് ആക്ച്വലി മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീറ്റീവ് ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അറ്റ് ഹയർ പ്രൈസ്, ഒരു ഹയർ പ്രൈസിലായിരിക്കും ആസ് കമ്പയർ ടു ദ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിനെ, അതായത് കമ്പയർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്? അവിടെ ഒപ്റ്റിമം ഐഡിയൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മിനിമം ഓഫ് LACയിലായതുകൊണ്ടാണ്. എന്തെന്ന് പറയുന്നത്? അവിടെ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെയാണ്? മിനിമം ഓഫ് LACയിലാണ് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിനേക്കാൾ കുറഞ്ഞ ഔട്ട്പുട്ട് ആണ് മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ.